എല്ലാവർക്കും നമസ്കാരം. എനിക്കിന്ന് സംസാരിക്കാനുള്ളത് സെൽഫ് ലവിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. എൻ്റെ പെർസ്പെക്റ്റീവിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ആൻഡ് എനിക്കിപ്പോൾ 91 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ഈ 91 ആൾക്കാരും എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇത്ര നാളും നിങ്ങൾ തന്ന ഈ സപ്പോർട്ട് ഇനി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. എന്തുകൊണ്ടാണ് സെൽഫ് ലവ് നമ്മുടെ ലൈഫിലൊക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റായി മാറുന്നത്, ആൻഡ് എങ്ങനെയാണ് ഈ സെൽഫ് ലവിനെ പ്രോപ്പറായിട്ട് ലൈഫിൽ യൂസ് ചെയ്യേണ്ടത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ് ആവുന്നതല്ല. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നൊരവസ്ഥയാണ് സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ സെൽഫ് കെയർ ഉണ്ടാവും, സെൽഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങുന്നതാവും. സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ആശയം എൻ്റെ മുന്നിൽ വന്നത്. സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ നമുക്ക് ഒട്ടും സെൽഫ് ലവ് ഇല്ല എന്ന് പറയാം. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. എനിക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് തെറ്റ് പറ്റി അല്ലെങ്കിൽ എനിക്ക് പിഴവ് സംഭവിച്ചു എന്ന് തോന്നുന്ന ആ ഒരു പോയിന്റിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരിക്കും എവിടേക്കോ മിസ്റ്റേക്ക് പറ്റി എന്ന് ചിന്തിക്കുന്നവർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരാളാണ്. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ മാറ്റി ചിന്തിക്കുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛനമ്മ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി അവരൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്ത് കുറേ കാലം നീങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ നമ്മൾ കുറേ കാലം ചെയ്ത് വരുമ്പോൾ തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് ചെയ്തത് അവർ തന്നെ നമ്മളോട് തിരിച്ച് ചോദിക്കും, എന്താണ് ഉണ്ടായത്, എന്ത് നേടി എന്ന്, നീ തെറ്റാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വരും. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഫ്യൂച്ചറിനെ നേരിടാനുള്ള ഒരു ശക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സെൽഫ് ലവ് അത്യാവശ്യമാണ്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിനെ നോക്കിക്കാണുമ്പോൾ ഒരു പേടി തോന്നില്ല. ആരൊക്കെ എന്തൊക്കെ രീതിയിൽ നമ്മളെ ബ്ലെയിം ചെയ്താലും അതിനൊക്കെ നേരിടാനുള്ളൊരു ശക്തി നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങളില്ല എന്നൊരിക്കലും പറയില്ല. പക്ഷേ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ച് ചിന്തിക്കേണ്ടി വരും. കാരണം നമ്മൾ എപ്പോഴും സാക്രിഫൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സാക്രിഫൈസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ തന്നെ സ്നേഹിക്കാതിരിക്കണം. അങ്ങനെ എനിക്കിപ്പോൾ ഈ തെറ്റ് പറ്റി എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി അതിനെ തിരുത്താൻ തയ്യാറാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ തെറ്റുകളെ തിരുത്താൻ തയ്യാറാവുമ്പോൾ നമ്മുടെ വിജയം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു തെറ്റിനെ പറ്റി പറയുന്നതിൽ ഒരു മടിയുമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ഇന്നത്തെ കാലത്ത്. അങ്ങനെ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യേണ്ട സമയത്ത്, എൻ്റെ കരിയർ ബിൽഡ് ചെയ്യേണ്ട ഒരു സമയത്ത് ഞാൻ അതിന് ഒരു സെക്കൻഡ് ഓപ്ഷനാക്കി എടുത്തു. ഇതിലും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന രീതിയിൽ ഞാൻ എൻ്റെ കരിയറിന് ഒരു സെക്കൻഡ് പ്ലേസ് കൊടുത്തുകൊണ്ട് നീങ്ങി. കരിയർ പിന്നീടായാലും ഉണ്ടാക്കാമല്ലോ എന്ന രീതിയിൽ ഞാൻ ചെയ്തു. പക്ഷേ അന്നും ഇന്നും എനിക്ക് എൻ്റെ കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഉള്ള എനിക്ക്
ഇപ്പോൾ ഞാൻ 2016 എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2024 ആയിട്ട് കൂടി ഒരു 10 രൂപ പോലും എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. കരിയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാത്ത ഒരാളല്ല ഞാൻ. ഈ കരിയർ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അന്നും ഇന്നും. എന്നിട്ട് കൂടി എനിക്ക് ഒരു 10 രൂപ പോലും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു വീക്ക് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കടമകളെക്കുറിച്ചും ഞാൻ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ എനിക്കുണ്ടായിട്ട് കൂടി സ്വന്തമായിട്ടൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ 31 വയസ്സായി. ഈ പ്രായത്തിനിടയ്ക്ക് 2016 മുതൽ 2024 വരെ എനിക്ക് പരിചയമുള്ള ആരുടെയൊക്കെ എടുത്ത് വെച്ച് കമ്പാരിസണല്ല, അവരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും എന്നൊക്കെ കഴിവ് കുറഞ്ഞ അക്കാഡമിക്കലി ആണെങ്കിലും പല രീതിയിലാണെങ്കിലും ഒന്ന് നോക്കുമ്പോൾ എന്നൊക്കെ കഴിവ് കുറഞ്ഞ പലരും ഇന്ന് നല്ല രീതിയിൽ സ്വന്തം ഏണിങ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്നെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് കഴിവുണ്ടായിട്ട് കൂടി എനിക്കിത് സാധിക്കാത്തത്? അങ്ങനെ ഞാൻ എന്നെ തന്നെ കുറേ കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഈ സെൽഫ് ലവിന് എത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലായത്. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാതെ മാറി നടന്നതിൻ്റെ പേരിലാണ് എനിക്ക് ഇന്ന് ഈ അവസ്ഥ വന്നത്. ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അവിടെ നഷ്ടമാവുന്നത് നമ്മളെ തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ച് വെക്കുന്ന വാക്ക് സോറി എന്നായിരിക്കും. സിറ്റുവേഷൻസിൽ ഒരു പ്രശ്നം വരികയാണ് എന്നെനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ സറണ്ടർ ആവും. അവിടെ പ്രശ്നങ്ങളില്ലാതെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്തടത്ത് കയറിപ്പോലും ഞാൻ സോറി പറഞ്ഞ ആ പ്രശ്നത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ താഴേണ്ട സ്ഥലത്ത് മാത്രമേ താഴാൻ പാടുള്ളൂ. നമ്മളുടെ ഐഡൻറ്റിറ്റീനെ ചോദ്യം ചെയ്യുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ താഴ്ന്നു നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ പല കഴിവുകളെയും നമ്മൾ ഇല്ലാതാക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഹാംഫുള്ളായിട്ടാണ് മാറുക. നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യണം. അതിന് ഒരു മടിയും വിചാരിക്കരുത്. അതൊരിക്കലും ഒരു സ്വാർത്ഥതയല്ല. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ആരെങ്കിലും നമ്മളെ ബ്ലെയിം ചെയ്താൽ, കുറ്റപ്പെടുത്തിയാൽ അതിൽ നമുക്ക് ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അവരെ തന്നെ നമ്മളെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ തള്ളി പറയുമ്പോൾ അത് നമ്മളെ ഒരുപാട് ബാധിക്കും. അതേസമയം നമ്മൾ ആ കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമേ ആവില്ല. ഈവൻ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ തോറ്റു പോയാൽ പോലും അത് നമ്മുടെ സന്തോഷമാണ്. നമ്മൾ ചെയ്തത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് സെൽഫ് ലവ് നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ് സെൽഫ് ലവ് നമ്മൾ ഏതൊരു ക്വാണ്ടിറ്റിയിലാണ് യൂസ് ചെയ്യേണ്ടത്, അതിന് ഏതൊരു രീതിയിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നൊരു കാര്യമാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ തോന്നിവാസം ചെയ്യലല്ല. ഒരിക്കലും നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് പറയുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതല്ല ഒരിക്കലും ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഫിസിക്കൽ ബോഡീനെ, നമ്മുടെ ഹെൽത്ത് നോക്കുന്നത്, നമ്മുടെ ബ്യൂട്ടി നോക്കുന്നത് ഒക്കെ നമ്മുടെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, ഇമോഷൻസിന് നല്ല രീതിയിൽ യൂസ് ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന, നമ്മൾ ചെയ്യുന്ന, നമുക്ക് ശരി എന്ന് തോന്നുന്ന പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ അത് മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല. ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് കൊണ്ട് മാത്രമേ കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്
RLV രാമകൃഷ്ണൻ എന്ന നർത്തകനെ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന മോഹിനിയാട്ടം നർത്തകി തൻ്റെ മോശമായ പരാമർശങ്ങളിലൂടെ തേജോവധം ചെയ്യുന്നതും അതിനുശേഷം അവരുടെ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവായി സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുകൂടി നോക്കിക്കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. നമ്മൾ സെൽഫ് ലവ്, അവരൊരു വിധത്തിൽ ചെയ്യുന്നത് സെൽഫ് ലവ് തന്നെയാണ്. അവർ പറയുന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു, അവർ പറയുന്നത് ശരിയാണ് എന്ന് തീർത്തും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശരിയാണ്, പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ഹാംഫുള്ളാക്കുന്ന രീതിയിൽ ഒരു കാര്യം പോലും പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല. എന്ന് വെച്ച് നമ്മുടെ ക്യാരക്ടറിനെ മാറ്റണം എന്നൊന്നുമല്ല. നമ്മളുടെ ക്യാരക്ടറും ബിഹേവിയറും അത് രണ്ടാണ്. ബിഹേവിയറിൽ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്, പക്ഷേ ക്യാരക്ടറിൽ ഒരിക്കലും മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. തേജോവധം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിലപാടുകളില്ലാത്ത രീതിയിൽ ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. സ്വന്തം കഴിവുകളെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക, സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. സ്വന്തം ഇഷ്ടങ്ങളെ കണ്ടറിഞ്ഞ് ആ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ അടുത്തേക്ക് വരും. അതിനുവേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരില്ല, ഉറപ്പുള്ള കാര്യമാണ്. അവരുടെ അടുത്ത് ഈ വീഡിയോ എത്തണം എന്ന ആഗ്രഹം എനിക്ക് ഉള്ളിൽ നിന്നുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ഉറപ്പായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാവും. ഒരു രീതിയിലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ക്യാരക്ടറിനെ വിടരുത്. ചേഞ്ചസ് വരുത്തേണ്ടത് നമ്മുടെ ബിഹേവിയറിലാണ്. നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഹാംഫുൾ ആവാതിരിക്കാൻ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.